നമസ്തേ. പഠിച്ചൊരു ഡിഗ്രി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വല്ല ജോലിക്കും പോകണം. അതാണ് നാട്ടു നടപ്പ്. പട്ടി പറഞ്ഞ നാട്ടു നടപ്പിന് എന്നെ പട്ടി പോകും. അങ്ങനെ നാട്ടു നടപ്പ് തെറ്റിച്ച് കുടുംബത്തിലെ ആദ്യത്തെ ബില്യണർ ആവാൻ വേണ്ടി ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങി. ബട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല. ആകെ കിട്ടിയത് വീട്ടുകാരെ 24/7 ജോലിക്ക് പോടാ എന്നുള്ള ഉപദേശവും, നാട്ടുകാരുടെ 7/24 ഇപ്പൊ ലീവിന് വന്നേക്കുവാണോ മോനെ എന്നുള്ള ആക്കിയുള്ള ചോദ്യവും. അല്ല, അവരുടെ കൊച്ചുമക്കൾ യുകെയിലും കാനഡയിലും പോയത് ഞാനിപ്പോ തന്നെ വേണം. ബ്ലഡി ഫൂൾസ്. കുറച്ചെങ്കിലും സമാധാനം കിട്ടാൻ വേണ്ടി പോയിരിക്കുന്നത് അടുത്തുള്ള ആലപ്പുഴ ബീച്ചിലായിരുന്നു. ബട്ട് ഈ ഗ്രീൻ വാണത്തിന്റെ കൊണയടി കാരണം ഇപ്പൊ അവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയായി. കാണുന്ന ആലപ്പുഴ കടൽപ്പാലാണ്. അവിടെ ഐസ്ക്രീം സോ മൊത്തത്തിൽ സമാധാനക്കേടായപ്പോ ഞാൻ നേരെ ആത്മീയതയുടെ പാതയിലേക്ക് തിരിഞ്ഞു. അങ്ങനെ അന്ധഭക്താവാൻ വേണ്ടി ഞാൻ നേരെ നോർത്തിലോട്ട് ഒരു 2 മാസത്തെ ട്രിപ്പിന് പോയി. അവിടെ ചെന്ന് സ്കേറ്റ് ഒക്കെ ചെയ്ത് നോക്കി. മൂക്കും കുത്തി വീണതല്ലാതെ നോ സമാധാനം. സ്കേറ്റ് ചെയ്ത സമാധാനം മാത്രമല്ല, ഉയരും കൂടെ പോകുമെന്ന് മനസ്സിലാക്കിയ ഞാൻ നേരെ അവിടുത്തെ ഒരു വലിയ പെറ്റ് ഷോപ്പിൽ കയറി ഒരു കൊക്കിന്റെ കൂടെ ഇരുന്ന് സമയം ചെലവഴിച്ച് നോക്കി. ബട്ട് അതെന്റെ മണ്ടൽ കയറി പൊരുന്നിരിക്കാൻ നോക്കിയതല്ലാതെ ഐ ഡോണ്ട് ഗെറ്റ് എനി സമാധാനം. അപ്പോഴാണ് എന്റെ പോക്കറ്റ് അടിക്കാൻ വന്ന ഒരു ബംഗാളി എനിക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ഒരു കടുവയുടെ കൂടെ ഇരുന്ന് നോക്കിക്കൂടെ എന്ന് എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. കടുവയുടെ കൂടെ ഇരുന്ന് പേടിച്ച് മൂത്രം പോയതല്ലാതെ ഐ ഡോണ്ട് ഗെറ്റ് എനി സമാധാനം. No. In search of Samadhan, I lost my purse, phone and bike. I lost everything except my virginity. സോ ക്യാഷ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് വായുവും ഭക്ഷിച്ച് അവിടുത്തെ പാർക്കിൽ ഇരിക്കുമ്പോഴാണ് ഒരു വോഡഫോൺ പട്ടി എന്റെ കാലിന്റെ ഇടയിൽ കയറുന്നത്. ആ മണ്ടുപട്ടി എനിക്ക് ഇഷ്ടമല്ലെങ്കിലും ആ പട്ടി ഇപ്പൊ ഓടിച്ചു വിട്ടാൽ ആ പട്ടി എന്നെ വിചാരിക്കുമെന്ന് കരുതി ആ പട്ടിയെ കാൽനടയിൽ വെച്ച് സമാധാനം കിട്ടുമോ എന്ന് എന്റെ ഇൻട്രോവേർട്ട് ഹൃദയം നോക്കി. ബട്ട് ഐ ഡോണ്ട് ഗെറ്റ് ഇൻ സമാധാനം. സോ ട്രിപ്പ് അടിച്ച സമാധാനം കിട്ടത്തില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ വോഡഫോൺ പട്ടിയുടെ ഓണറുടെ കണ്ണു വെട്ടിച്ച് ആ പട്ടീനെയും ചാക്കിലാക്കി വിറ്റ് ആ പൈസക്ക് നേരെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ കുറച്ച് സമാധാനം കിട്ടിയെങ്കിലും കുറച്ചും കൂടെ സമാധാനം കിട്ടാൻ വേണ്ടി ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റും സാപ്പിട്ടിട്ട് വയറിന് കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി കക്കൂസി ഷിറ്റാസനത്തിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. This is 2025 and we all went through an epic first month of this year. ഫസ്റ്റ് മന്ത് എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ ആൾക്കാരെ മുഴുവൻ അൺഎക്സ്പെക്ടഡ് ഇവന്റ്സ് കൊണ്ട് പ്ലിങ് അടിപ്പിച്ച ഒരു മന്ത്. അതെ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ജനുവരി, ഇറ്റ്സ് പ്ലിങ് വെരി. Hey folks, I know some of you probably think that I do vanish in thin air or joined in a Illuminati society. But no, ഞാൻ നോർത്തിലോട്ട് ഒരു ട്രിപ്പ് പോയതായിരുന്നു. അതൊക്കെ പോട്ടെ, 2024 ഏതായാലും മൂജിപ്പോയി. 2025 എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കരുതിയ ഞാൻ ഇവിടെ നടക്കുന്ന അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റുകൾ കണ്ട് പ്ലിങ് അടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. എന്തൊക്കെയാണ് നമ്മുടെ ഈ എറണംകെട്ട സൊസൈറ്റിയിൽ നടക്കുന്നത്? ഒരിടത്ത് സമാധി, ഒരിടത്ത് പീഡനം, ഒരിടത്ത് വധശിക്ഷ, ഒരിടത്ത് ചെയ്തിക്കേറ്റ, ഒരിടത്ത് ഇൻകം റിവീൽ. ട്വിസ്റ്റ്. ഈ ട്വിസ്റ്റുകൾ എനിക്ക് ഡൈജസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ എന്റെ തലച്ചോറിനത് ഡൈജസ്റ്റ് ആവുന്നില്ല. വേറൊന്നുമല്ല, മെയിനായിട്ട് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി സമാധിയായത്. Not this dude, വേറെ സ്വാമി. ആക്ച്വലി പുള്ളി എങ്ങനെയോ ഇരുന്ന് മരിച്ചു. കുടുംബക്കാര് പറഞ്ഞ ഏതോ ആസനത്തിൽ ഇരുന്നപ്പോൾ അന്ത്യശ്വാസം നെറുകന്തലയെ വെച്ച് സ്റ്റാറ്റ്യൂ സ്റ്റേറ്റിലായെന്നാണ്. എന്തൊക്കെയാലും ഇരുന്ന് മരിച്ച ഗോപൻ സ്വാമി വീട്ടുകാരെല്ലാം കോൺക്രീറ്റ് വെച്ച് അടച്ച് സമാധിയാക്കി. ഇതൊക്കെ അറിഞ്ഞ് പ്ലിങ് അടിച്ച നാട്ടുകാർ ഇത് മാപ്രകളെ അറിയിക്കുന്നു. ഇത് കേട്ട് പ്ലിങ് അടിച്ച മാപ്രകൾ ഇത് മർഡർ ആണെന്ന് പ്രചരിപ്പിച്ച് കുടുംബക്കാരെ പ്ലിങ് ആക്കുന്നു. ഇത് മർഡർ അല്ല, സമാധി പൊളിച്ച സമാധിയുടെ പവർ പോവെന്ന് പറഞ്ഞ് വീട്ടുകാരുടെ ഫർദർ എക്സ്പ്ലനേഷൻ വീഡിയോ വന്നപ്പോൾ ഇത് കണ്ടും കേട്ട് നിന്ന കേരളത്തിലെ ഭൂരിഭാഗം പേരും പ്ലിങ് അടിക്കുന്നു. കേരളത്തിലെ മൊത്തം ആൾക്കാരും പ്ലിങ് അടിച്ചപ്പോഴും ഇതൊന്നും കണ്ട് പ്ലിങ് അടിക്കാത്ത അവിടുത്തെ പോലീസുകാർ കളക്ടറേയും കൂട്ടി സമാധി അൺബോക്സ് ചെയ്യാൻ വന്നപ്പോൾ കുടുംബക്കാരുടെ ശവാസനം കണ്ട് പ്ലിങ് അടിച്ച് തിരിച്ചു പോകും. പിറ്റേ ദിവസം എസ്റ്റർഡേ പ്ലിങ് അടിച്ചതിന്റെ ക്ഷീണം തീർക്കാൻ പോലീസുകാർ കോർട്ട് ഓർഡറുമായിട്ട് വന്ന് സമാധി അൺബോക്സ് ചെയ്ത് അഗൈൻ വീട്ടുകാരെ പ്ലിങ് ആക്കുന്നു. ഓണത്തിന്റെ ഇടയ്ക്ക് പൂട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ കേരളത്തിലെ പെമ്പിള്ളാർ മുഴുവൻ സെർച്ച് ചെയ്ത കളക്ടർ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു 5 സെക്കൻഡ് ഞാൻ പ്ലിങ് അടിച്ചെങ്കിലും അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് അഭിമാനമൊക്കെ തോന്നി. വേറൊന്നുമല്ല, താൻ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനാണെന്നും അതും പബ്ലിക്കലി ഊക്ക് കിട്ടുമെന്ന് അറിഞ്ഞിട്ടും ഫാനാണെന്ന് പറയാൻ ഇത്രയും കോൺഫിഡൻസ് ഉള്ള ഒരാളെ ഞാൻ കുറച്ച് കാലത്തിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. എല്ലാ സീസൺ കളി കാണും. സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നമ്മൾ ഓക്കെ, അടുത്ത സീസൺ വീണ്ടും ഹോപ്പ് വെക്കും. സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ആണ്, പക്ഷെ നമ്മൾ നിർത്തില്ല. ഹോപ്പ് അങ്ങനെ എന്നെയും കൂടെ ചേർത്ത് രണ്ടാമത്തെ ആളായി. ഊക്ക് കിട്ടിയാലും വേണ്ടില്ല, ഐ ജസ്റ്റ് വാണ്ട് ടു സേ ഐ ആം എ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ. അതൊക്കെ പോട്ടെ, അങ്ങനെ സമാധിയൊക്കെ അൺബോക്സ് ചെയ്ത് പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി ഇത് മർഡർ അല്ലെന്ന് തെളിഞ്ഞപ്പോ ഇത് മർഡർ ആണെന്ന് മുമ്പ് ഡൗട്ട് ചെയ്ത് സഞ്ചരിക്കുന്ന CCTV ശ്വാസം വിടാതെ സംസാരിക്കുന്ന നെക്സ്റ്റ് സമാധി മാപ്രാസ് എന്തിന് കേരളത്തിലെ ആൾക്കാർ മുഴുവൻ അഗൈൻ പ്ലിങ് അടിക്കുന്നു. സോ ഹിയർ കംസ് ദി നെക്സ്റ്റ് ട്വിസ്റ്റ്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത ദൈവത്തിന്റെ ഗ്രാൻഡ് സമാധി പറമ്പ് വരെ ഘോഷയാത്ര, 2 ലോഡ് ഭസ്മം, തമിഴ്നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഓം ഹു സ്വാമി ശ്രീ 1008 മണ്ഡലേശ ശങ്കര കൃഷ്ണാനന്ദ സൂര്യവംശി സ്വാമിയൊക്കെ വരുന്നു. ഈ 1008 ഇവരുടെ ലോഗിൻ പാസ്വേഡ് ആയിരിക്കും അല്ലേ? എന്തൊക്കെയായാലും കേരളത്തിലെ ആൾക്കാർ മുഴുവൻ പ്ലിങ് അടിച്ച ഒരു ഇൻസിഡന്റ് ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഒരു നാട്ടിൽ ഇത്രയും മണ്ണന്മാരുണ്ടെന്ന് ഗോപൻ സ്വാമി നമുക്ക് കാണിച്ചു തന്നു. അന്ധവിശ്വാസമാണ് ഇന്ത്യയെ പച്ചപിടിക്കാൻ പറ്റിയ ബിസിനസ് മോഡൽ. ഇപ്പൊ കേരളമായാലും ഉത്തർപ്രദേശ് ആയാലും എഡ്യൂക്കേഷൻ ബ്രിങ്സ് യു എൻലൈറ്റ്മെന്റ്. ബട്ട് കേരളത്തിലുള്ളത് നല്ല ഒന്നാന്തര എഡ്യൂക്കേറ്റഡ് മന്ദബുദ്ധികളാണ്, എസ്പെഷ്യലി ഗോപൻ സ്വാമിയുടെ വീടിനടുത്തുള്ളവർ. 2025 നല്ലൊരു ബിസിനസ് മോഡൽ സ്റ്റാർട്ട് ചെയ്ത ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന് എന്റെ അഭിനന്ദനങ്ങൾ. എന്തൊക്കെയാലും ഈ സമാധി കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു നാട്ടിൽ ഇത്രയും മണ്ടന്മാരുണ്ടെന്നും ഈ ടൈപ്പ് വണ്ടിയൊക്കെ ഇപ്പോഴും ഓടുന്നുണ്ടെന്ന് മനസ്സിലായി. അല്ല, ഈ ടൈപ്പ് വണ്ടിയുള്ള നാടല്ല, ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും. എല്ലാ മാസം ഞാൻ ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു ഏതായാലും നോർത്ത് ഇന്ത്യൻ അന്ധഭക്തിനെ പിടിച്ച് ഊക്കുന്നത്. ബട്ട് റൈറ്റ് നൗ ഐ കാൻ ഡു ദാറ്റ്. ഐ കാൻ ഡിഫെൻഡ് മൈ സ്റ്റേറ്റ് എനിമോർ. എന്തൊക്കെയാലും ഈ ഗോപൻ സ്വാമി കേരളത്തിൽ ജീവിച്ചുകൊണ്ട് പുള്ളിയെ സമാധി മാത്രമേ ചെയ്തുള്ളൂ. വല്ല ഇന്ത്യനോഷിലോ വല്ല ആയിരുന്നെങ്കിൽ പുള്ളിയെ വർഷം എടുത്ത് ഇതുപോലെ ഫാൻസി ഡ്രസ് ഇട്ടിച്ച് നടത്തിയേനെ. ഇതൊക്കെ കണ്ട് ഇപ്പൊ ഉണക്കമീൻ കഴിക്കാൻ തോന്നാറേ ഇല്ല.
സോ ഗൈസ്, ഇനി ഈ സമാധി കാര്യം പറഞ്ഞുകൊണ്ടില്ല, എന്റെ വയലെ വെള്ളം പറ്റി ഞാൻ മിക്കവാറും സമാധിയാവും, അതുകൊണ്ട് എന്നെ സമാധി. ഗൈസ്, ഇനി കഴിഞ്ഞ മാസം സ്വന്തം വായിൽ നാക്ക് കാരണം പ്ലിങ് അടിച്ച ഒരാളെ കാണിച്ചു തരാം. വേറെ ആരുമല്ല, പാവപ്പെട്ടവന്റെ കണ്ണിലൂണി, ഇത് വൺ ആൻഡ് ഓൺലി ചാരിറ്റി സിംഹം ബൊച്ചെ. എന്താണെന്നറിയത്തില്ല, പണ്ട് തൊട്ടുള്ളൊരു കീഴ്വഴക്കമാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഈ ചാരിറ്റി ചെയ്യുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാ വാണത്തരം പറഞ്ഞാലും കൈ കെട്ടി നോക്കിയിരിക്കും, ലൈക്ക് ദീസ് പീപ്പിൾ. എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോൾ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. സംഭവം ബൊച്ചെ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന കുകുചാവാണമാണെങ്കിലും തല്ലുകൊള്ളാത്തതിന്റെ എല്ലാ സുഖേടും ഉണ്ടാകും. കുന്തി ദേവിയെ കാണും, കുന്തി ദേവിയാന്ന് പോലും, കുന്തി ദേവി. അങ്ങനെ ജയിലിൽ കയറിയപ്പോ കുച്ചയുടെ ആ കടി അങ്ങ് മാറി. ഇറ്റ്സ് നോട്ട് അബൌട്ട് വൺ പേഴ്സൺ. പുള്ളി എല്ലാ പെണ്ണുങ്ങളോടും ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരാണ് പോണത്, തിരിച്ചു വരുമ്പോ മൂന്നാമതൊരാളുണ്ടാവും. കല്യാണത്തിന് ശേഷം ഇപ്പോഴും കളി തുടങ്ങിയോ? ഇപ്പൊ കളിക്കുന്നില്ല, രാത്രിയാണോ അധികം കളി? അല്ല, പകൽ. എന്തായാലും വായിലെ നാക്ക് കാരണം ശരിക്കും പ്ലിങ് അടിച്ചു. ഈ വായി കിടക്കുന്ന നാക്ക് കാരണം പ്ലിങ് അടിച്ച വേറെ ഒരാളും കൂടെ ഉണ്ട് നമ്മുടെ ഈ എറണംകെട്ട സൊസൈറ്റി. അതെ, ജഡ്ജിയുടെ വായിലെ നാക്ക് കാരണം പ്ലിങ് അടിച്ച വീട്ടുകാരുടെ അസറ്റ്, നാട്ടുകാരുടെ അസത്ത്, ദി വൺ ആൻഡ് ഓൺലി കഷായം ഫൂറി ഗേൾ ഗ്രീഷ്മ. കോർട്ടിലെ ജഡ്ജിയുടെ നാക്ക് കാരണം കഷായം സ്റ്റാറിന് ഡെത്ത് സെന്റൻസ് കിട്ടി. വലിയ കാര്യത്തിൽ 38 വയസ്സ് കഴിഞ്ഞ് ജീവിച്ചോളാന്ന് പറഞ്ഞു പോയതാണ്. കഷായം സ്റ്റാറിനെ ജഡ്ജി പ്ലിങ് ആക്കി വിട്ടു. ഗൈസ്, എല്ലാവർക്കും കാണും സീക്രട്ട് ഫാന്റസി ഒക്കെ. നമ്മുടെ നാട്ടിലുള്ള ചില കാമക്കണ്ണന്മാരുടെ ഒരു ഡാർക്ക് സീക്രട്ട് ഫാന്റസി പറയും. വേറൊന്നുമല്ല, അവന്മാരെ ഏതെങ്കിലും പെണ്ണുങ്ങൾ തട്ടിക്കൊണ്ടു പോയി പീഡിപ്പിക്കുന്നത്. ബട്ട് ഈ ടൈപ്പ് ഫാന്റസീസ് ഒക്കെ ഒരു റിയാലിറ്റി ആക്കി മാറ്റിയിരിക്കുകയാണ് ഒരുത്തി. അത് ഈ പ്ലിങ് വരിയിൽ അതും സംഭവിച്ചു. ഒരു ചെറുക്കനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു, അതും പല സ്ഥലങ്ങളിൽ. ഫാന്റസി ബീഗം റിയാലിറ്റി. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ യുവതി അറസ്റ്റിൽ. മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്ന 16 വയസ്സുകാരനെ വിളിച്ചുകൊണ്ടുപോയി മൈസൂരു, പാലക്കാട്, പഴനി, മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിപ്പിച്ച് പീഡിപ്പിച്ചതായി യുവതി മൊഴി നൽകി. എന്നാലും ഇവൾക്കൊന്നും അച്ഛനും ആംഗ്ലമാരും ഒന്നും ഇല്ലേ? ഇത് കണ്ട് നമ്മുടെ നാട്ടിലുള്ള കാമക്കണ്ണന്മാർ പ്ലിങ് അടിച്ചിരിക്കുകയാണ് ഇപ്പോ. എന്തോ പറയാൻ, ഈ എറണംകെട്ട സൊസൈറ്റിയുടെ ഒരു പോക്കെ എങ്ങോട്ടാണാവോ? സോ ചാറ്റ്, ഈ നാട്ടുനടപ്പ് തിരിച്ച് പെട്ടെന്ന് റിച്ച് ആവാൻ അധികം ശരീരം വേർക്കാത്ത പണി വല്ലതും ഉണ്ടെന്ന് റിസർച്ച് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ തൊപ്പിയുടെ ഈ വീഡിയോ കാണുന്നത്. ഒരു മണിക്കൂർ 20,000 കൂട്ട്, ഒരു മണിക്കൂർ 20,000. അപ്പൊ 5 മണിക്കൂർ എത്രയായി? ഒരു മണിക്കൂറിൽ 20K ഉണ്ടാക്കുമ്പോ 5 മണിക്കൂർ ആകുമ്പോൾ 1 ലക്ഷം. ഒരു ദിവസം ആവറേജ് ഉണ്ടാക്കുന്നത് ഏറ്റവും കുറഞ്ഞത്. ഓ, ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം. ഒരു മാസം ആകുമ്പോൾ 30 ലക്ഷം ഓർ മോർ. കൂടാതെ സൂപ്പർ ചാറ്റ്, മറ്റേ ചാറ്റ്, മറിച്ച ചാറ്റ്, ഇനാഗ്രേഷൻ, പ്രൊമോഷൻ, യൂട്യൂബ് റവന്യൂ. ഓ, ദിസ് ഈസ് ടു മച്ച്. പൈസ കണക്ക് പറയുമ്പോൾ എനിക്ക് പരിമാറ്റിനെ സ്ഥിരമായിട്ട് ഊക്കുന്ന ഇങ്ങനെ ഓർമ്മ വരും. ലീഗലായിട്ട് ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുമ്പോ ഞാൻ ഇല്ലീഗൽ വഴി നോക്കുന്നത്. ഞാൻ പൊട്ടനാ. നോ ബ്രോ, യു ആർ നോട്ട് ദി പൊട്ടൻ, വി ആർ ദി റിയൽ പൊട്ടൻസ്. ഒരു 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള മെക്കാനിക്കൽ എഞ്ചിനീയർ ഇന്ത്യയിൽ കിട്ടുന്ന സാലറി 25K. ഒരു ഡോക്ടറിന് ഒരു മാസം കിട്ടുന്ന 72 lakh. ഒരു സ്ട്രീമറിന് കിട്ടുന്ന 30 ലക്ഷം ഓർ മോർ മണി. അപ്പൊ പിന്നെ എന്തിനാ ഈ പഠിക്കുന്ന ഡിഗ്രി എടുക്കുന്നത്? പണ്ട് ഞാൻ എന്തിനാണ് ഈ 6 മണിക്ക് എണീറ്റിരുന്ന് ട്യൂഷന് പോയത്? എന്തിനാണ് ഈ കണ്ട എക്സാം ഒക്കെ എഴുതി സമയം കളഞ്ഞത്? കണ്ട അണ്ണന്റെ അടകൊന്റെ മുന്നിൽ ചെന്നിരുന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എന്തിനായിരുന്നു? വന്ന എഞ്ചിനീയറിംഗ്, MBBS, നഴ്സിംഗും കൂലിപ്പണിയൊക്കെ വെറും ഓവർ റേറ്റഡ് ജോബ്സ് ആയി മാറി. ഇതൊക്കെ ഈ യൂണിവേഴ്സിറ്റി തന്നെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ? യു നോ വാട്ട്, സംടൈംസ് ഐ ഗെറ്റ് ദി ഫീലിംഗ് ദാറ്റ് ഐ ലിവിംഗ് ഇൻ സം കൈൻഡ് ഓഫ് അനദർ പാരലൽ യൂണിവേഴ്സ്. സൊസൈറ്റി ഒരു മൈർന്ന. അതെ, സമാധി കണ്ടിട്ട് ഞാൻ പിടിച്ചു നിന്നു. ബട്ട് തൊപ്പിയുടെ ഇൻകം റിവ്യൂല് കണ്ടപ്പോൾ ശരിക്കും പ്ലിങ് അടിച്ചു പോയി. തൊപ്പിയുടെ ഇൻകം റിവ്യൂല് കണ്ട് പല കൊച്ചുവാണങ്ങൾ ഇപ്പൊ കിക്കാപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് സ്ട്രീം ചെയ്യാൻ തുടങ്ങിയതാണ് കേൾക്കാൻ സാധിച്ചത്. അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. എന്നാ വേണേലും കാണിക്കട്ടെ, എന്റെ ചെലവിലൊന്നും അല്ലല്ലോ കഴിയുന്നത്. അതുകൊണ്ട് മാത്രം കൊച്ചുവാണങ്ങൾക്ക് ഈ വീഡിയോയിൽ അവധി കൊടുത്തിരിക്കുന്നു. സോ ഫോക്സ്, ഈ എറണംകെട്ട സൊസൈറ്റിയിൽ താമസിച്ച അൺഎക്സ്പെക്ടഡ് ഇവന്റ്സ് കണ്ട് പ്ലിങ് അടിക്കാൻ ഇപ്പൊ ടൈം ഉള്ളൂ. എന്തൊക്കെയായാലും പ്ലിങ് വരി തീർന്നിട്ട് ഇറോട്ടിക് ഫെബ്രുവരിയിൽ കൂടാണ് നമ്മളെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഹോപ്പുണ്ട്, എനിക്ക് ഹോപ്പുണ്ട്. ഈ കൊല്ലമെങ്കിലും എന്റെ മുരട്ട് സിംഗിൾ അവസ്ഥ മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം ഇതിലും മുറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പീസ്.